സഖാ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു പ്രചോദന വാക്കല്ല. ഇതൊരു സത്യമാണ്. നീ ഒരു മനുഷ്യനാണ്. പക്ഷേ നീ അറിയാത്തൊരു മനുഷ്യനാണ് നീ. കാരണം നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ശക്തി ഹിരോഷിമയെ തകർത്ത ആണവ ബോംബിനേക്കാൾ 1,00,000 മടങ്ങ് കൂടുതലാണ്. ഇത് കേൾക്കുമ്പോൾ നിനക്ക് തോന്നും ഇതൊരു ആത്മീയ വാചകമല്ലേ എന്ന്. അല്ല, ഇത് ശുദ്ധമായ സയൻസാണ്. കണക്കുകളുള്ള, തെളിവുകളുള്ള സയൻസ്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു മനുഷ്യന്റെ സൂത്രവാക്യം ആവശ്യമാണ്. അത് ഐൻസ്റ്റീൻ പറഞ്ഞ സൂത്രവാക്യം E=mc² ആണ്. ഈ ഒരു വരിയിൽ ഒളിച്ചിരിക്കുന്ന അർത്ഥം മുഴുവൻ ലോകം മാറ്റിമറിച്ചതാണ്. ഇവിടെ E എന്നത് എനർജിയാണ്, M എന്നത് മാസ്, C എന്നത് പ്രകാശത്തിന്റെ വേഗത. പ്രകാശത്തിന്റെ വേഗം എത്രയാണെന്ന് അറിയാമോ? ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ, അതായത് ഭൂമിയെ 7 തവണ ചുറ്റി വരാൻ കഴിയുന്ന വേഗം. ഇത് വർഗമാക്കുമ്പോൾ, C² ആക്കുമ്പോൾ അതൊരു അസാധാരണമായ സംഖ്യയായി മാറുന്നു. ഐൻസ്റ്റീൻ പറഞ്ഞത് ഇതാണ്: മാസ് എന്നത് നിശ്ചലമായ ഒന്നല്ല, അത് ഉറങ്ങിക്കിടക്കുന്ന എനർജിയാണ്. ഇനി നമുക്ക് മനുഷ്യനിലേക്ക് വരാം. ഒരു ശരാശരി മനുഷ്യന്റെ ഭാരം 60 മുതൽ 70 കിലോ വരെയാണ്. ഈ 60 കിലോ മുഴുവൻ എനർജിയായി മാറിയാൽ എന്താകും സംഭവിക്കുക? കണക്കുകൾ നോക്കിയാൽ ഇത് ഏകദേശം 6 × 10 18 ജൂൾ എനർജിയാണ്. ഇത് കേൾക്കുമ്പോൾ നിനക്കൊന്നും തോന്നില്ല. അതുകൊണ്ട് താരതമ്യത്തിന്റെ ആവശ്യകതയുണ്ട്. ഹിരോഷിമയിൽ വീണ ആണവ ബോംബ് ലക്ഷക്കണക്കിന് മനുഷ്യരെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കിയ ആ ബോംബിന്റെ ശക്തി 6 × 10 13 ജൂൾ മാത്രമാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എനർജി ഒരു ഹിരോഷിമ ബോംബിനേക്കാൾ ഏകദേശം 1,00,000 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ചോദ്യം വരും, എങ്കിൽ നമ്മൾ പൊട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് സയൻസിന്റെ സൗന്ദര്യം. ആണവ ബോംബിൽ എനർജി പുറത്തേക്ക് വിടുന്നത് വേഗത്തിലും നിയന്ത്രണമില്ലാതെയുമാണ്. പക്ഷേ മനുഷ്യരിൽ എനർജി പുറത്തേക്ക് വിടുന്നത് വളരെ പതുക്കെയും വളരെ നിയന്ത്രിതമായുമാണ്. നീ ഒരു ബോംബല്ല, നീ ഒരു ബയോളജിക്കൽ റിയാക്ടറാണ്. നിന്റെ ശരീരത്തിലെ ഓരോ കോശത്തിനുള്ളിലും പവർ പ്ലാന്റ് ഉണ്ട്. ഭക്ഷണം എനർജിയാകുന്നു, ശ്വാസം എനർജിയാകുന്നു, ചിന്ത എനർജിയാകുന്നു. നിന്റെ ഹൃദയം ഇടിക്കുന്നത് പോലും ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ്. നിന്റെ തലച്ചോർ വെറും 20 വാട്ട് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് മുഴുവൻ ശരീരത്തെയും നിയന്ത്രിക്കുന്നത്. ഒരു ചെറിയ LED ബൾബ് കത്താൻ ആവശ്യമായിട്ടുള്ള എനർജിയാണത്. പക്ഷേ ആ തലച്ചോർ ലോകം തന്നെ മാറ്റുന്ന ആശയങ്ങളെ സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ്. ഇവിടെയാണ് ഒരു സത്യം: മനുഷ്യനിൽ എനർജി കുറവല്ല, ആക്സസ് ആണ് കുറവ്. നമ്മൾ നമ്മുടെ ശക്തിയുടെ 10% പോലും ഉപയോഗിക്കുന്നില്ല. ഇത് സയൻസ് സമ്മതിച്ച കാര്യമാണ്. ഒരു മരുന്നില്ലാതെ ഗുളിക കഴിച്ചിട്ടും മനുഷ്യൻ സുഖപ്പെടുന്നു. കാരണം മരുന്നല്ല, മനസ്സാണ്. ഇനി ഇവിടെ നിന്നാണ് ആത്മീയത തുടങ്ങുന്നത്. പഴയ ഗ്രന്ഥങ്ങൾ പറഞ്ഞത് ഓർക്കുക. ഉപനിഷത്തുകൾ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി. ഖുർആൻ പറഞ്ഞു അള്ളാഹു തൻ്റെ റൂഹിനെ മനുഷ്യനിലേക്ക് ഊതിയിരിക്കുന്നു എന്ന്. ബൈബിൾ പറഞ്ഞു മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ബുദ്ധൻ പറഞ്ഞു മനസ്സ് തന്നെയാണ് എല്ലാം. ഇത് കവിതയല്ല, ഇത് അഹങ്കാരവുമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യൻ ദുർബലനല്ല, അവൻ തൻ്റെ ശക്തി മറന്നവനാണ്. ഭയം, സമൂഹം, തോൽവി, താരതമ്യം ഇവയാണ് മനുഷ്യനെ ചെറുതാക്കി നിർത്തുന്നത്. ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. ആ ശക്തി ഉണരുന്നത് പൊട്ടിത്തെറിച്ചുകൊണ്ടല്ല, അത് ഉണരുന്നത് അറിവിലൂടെയും ബോധത്തിലൂടെയും ശാന്തിയിലൂടെയുമാണ്. ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ, മനസ്സിനെ ശാന്തമാക്കുമ്പോൾ, ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എനർജി ഒഴുകി തുടങ്ങും. അവസാനമായി ഞാനൊന്ന് പറയാം. ഒരു മനുഷ്യൻ പൊട്ടിയാൽ ഒരു നഗരം തന്നെ നശിച്ചേക്കാം. പക്ഷേ ഒരു മനുഷ്യൻ ഉണർന്നാൽ ലോകം തന്നെ മാറാൻ അത് കാരണമായി മാറും. നിനക്ക് ആ മനുഷ്യനാകണോ? അത് തീരുമാനിക്കുന്നത് നീ തന്നെയാണ് സഖാ.